2024 നടന്ന സ്റ്റാറ്റിസ്റ്റിക്സ് സെക്കൻഡ് ഇയർ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 7. ഈച്ച് ക്യാരീസ് 1 സ്കോർ. 1 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് ഉത്തരം എഴുതണം. 1 സ്കോർ വീതം എന്നുള്ളതാണ് ഹെഡിങ്. ആദ്യത്തെ ചോദ്യം, എ റാൻഡം വേരിയബിൾ ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n equal to 16 and p equal to 1/2. Then the mean of the random variable is. അതിന്റെ മലയാളം വേർഷൻ ഇവിടെയുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ n തന്നിട്ടുണ്ട്, p തന്നിട്ടുണ്ട്. n 16 ആണ്, p 1/2 ആണെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ഈക്വൽ ടു np ആണ്, which is equal to 16 into 1/2 equal to 8 ആണ് ആൻസർ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 2, if correlation coefficient r equal to +1, then the correlation is. rന്റെ വാല്യൂ +1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് ആണ് ആൻസർ വരിക. ദെൻ മൂന്നാമത്തെ ചോദ്യം, a sudden bus strike announced by bus owners is an example for ഇറഗുലർ വേരിയേഷൻ. ബസ് ഉടമകൾ പ്രഖ്യാപിച്ച പെട്ടെന്നുള്ള ബസ് പണിമുടക്ക് ഡാഷിന് ഉദാഹരണമാണ്. ക്രമരഹിത വ്യതിയാനങ്ങൾ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഫോളോസ് chi² വിത്ത് n degrees of freedom, then the mean of x is. chi² ഡിസ്ട്രിബ്യൂഷന്റെ മീൻ n ആണ്, വേരിയൻസ് എന്ന് പറഞ്ഞാല് 2n ആണ്. അപ്പൊ chi² ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n degrees of freedom ആയതുകൊണ്ട് മീനും എന്ത് തന്നെയാണ്, n ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ആൻ എസ്റ്റിമേറ്റർ ഈസ് സെഡ് ടു ബി ഡാഷ് എസ്റ്റിമേറ്റർ ഓഫ് എ പാരാമീറ്റർ if it contains all information in the sample about the parameter. ഒരു പാരാമീറ്ററിനെ കുറിച്ച് സാമ്പിളിൽ ലഭ്യമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും നൽകാൻ സാധിക്കുന്ന ഗണങ്ങളെ സഫിഷ്യന്റ്, പര്യാപ്തത, സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക് എന്നാണ് പറയാറുള്ളത്. Then sixth one, analysis of variance is the test for significance of several means. മലയാളം വേർഷൻ ഇവിടെയുണ്ട്. Then question number 7, the null hypothesis for the chi² test is that. chi² ടെസ്റ്റിന്റെ null hypothesis, the variables are independent ആണ്. Then answer any 10 question from 8 to 19. 8 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 10 എണ്ണത്തിന് ഉത്തരം എഴുതണം. 2 സ്കോർ വീതമാണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വൺ, സെക്യുലാർ ട്രെൻഡ്. സെക്യുലാർ ട്രെൻഡ് ഷോസ് ജനറൽ ടെൻഡൻസി ഓഫ് ഡാറ്റ. സെക്കൻഡ് വൺ ആയിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. സീസണൽ വേരിയേഷനുള്ള എക്സാമ്പിൾ ഡിമാൻഡ് ഫോർ വുളൻ ക്ലോത്ത് ആണ്. ദെൻ സൈക്ലിക്കൽ വേരിയേഷനില് ഹാസ് 4 ഡിഫൈൻഡ് പീരീഡ്സ് ആണുള്ളത്. ഇറഗുലർ വേരിയേഷന് തേർഡ് ഓപ്ഷൻ ആണ്. അൺഫോർസീൻ ആൻഡ് അൺപ്രഡിക്റ്റബിൾ ഫാക്ടേഴ്സ്. ഇതിന്റെ മലയാളം വേർഷൻസ് എല്ലാം തന്നെ ഇവിടെയുണ്ട്. 9th വൺ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ അൺബയസ്നെസ്. അൺബയസ്നെസ്സിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ഡെഫിനിഷൻ എഴുതിയാലും മതി. ഡെഫിനിഷൻ പറയുന്നത്, ആൻ എസ്റ്റിമേറ്റർ ടി ഈസ് സെഡ് ടു ബി ആൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ ദ പാരാമീറ്റർ തീറ്റ ഇഫ് എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈക്വൽ ടു തീറ്റ. ഈ ഡെഫിനിഷൻ മാത്രം എഴുതിയാലും മതിയാവും. ദെൻ 10th ക്വസ്റ്റ്യൻ, ഇഫ് മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ MR of x equal to x² minus 12, then find revenue function. ഇപ്പൊ മാർജിനൽ റവന്യൂ തന്നിട്ടുണ്ട്. റവന്യൂ ഫംഗ്ഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത്. സോ റവന്യൂ ഫംഗ്ഷൻ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് x² minus 12 dx, which is equal to ഇന്റഗ്രൽ x² dx minus ഇന്റഗ്രൽ 12 dx ആണ്. x² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ 3 ആയി, മൈനസ് 12 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 12x പ്ലസ് c. ഇതാണ് ആൻസർ. If 30% women are unemployed in a district of Tamil Nadu state, find the probability that in a sample of 9 women, exactly 3 are employed.
അതായത് തമിഴ്നാട് സംസ്ഥാനത്തിലെ ഒരു ജില്ലയിൽ 30% സ്ത്രീകൾ തൊഴിലില്ലാത്തവരാണെങ്കിൽ സോ പ്രോബബിലിറ്റി എത്ര തന്നിരിക്കുന്നത്? 30% ആണ് തന്നിരിക്കുന്നത്. അതില് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇൻ എ സാമ്പിൾ ഓഫ് 9 പേരെടുക്കുമ്പോൾ 9 സ്ത്രീകൾ ഉൾപ്പെടുന്ന സാമ്പിളിൽ കൃത്യമായി 3 പേര് തൊഴിൽ ഇല്ലാത്തവരാകാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കാനുള്ളത്. പി ഉണ്ട്, എൻ ഉണ്ട്, എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ എഫ് ഓഫ് എക്സ് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എക്സ് ഈക്വൽ ടു 0 1 2 3 എക്സെട്ര അപ് ടു എൻ വരെയാണ്. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു എന്നിന്റെ വാല്യൂ 9c, എക്സ് എത്രയാണ്? 3 ആണ്. P 30/100 റൈസ് ടു എക്സ്, എക്സിന്റെ വാല്യൂ ഇവിടെ തന്നിരിക്കുന്നത് 3 ആണ്. ദെൻ P 30/100 ആണെങ്കിൽ Q ഈക്വൽ ടു 1 മൈനസ് 30/100 ആണ്. അപ്പോൾ 1 മൈനസ് 30/100 പറഞ്ഞാൽ 70/100 ആയി മാറും. സോ 70/100 റൈസ് ടു എൻ, എന്നിന്റെ വാല്യൂ 9 മൈനസ് 3 ആണ്. ഇനി 9C3ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? 9 into 8 into 7 divided by 1 into 2 into 3 into 30/100 പറഞ്ഞു കഴിഞ്ഞാൽ 0.3 ആണ്, റൈസ് ടു 3 into 70/100 പറഞ്ഞാൽ 0.7 റൈസ് ടു 9 മൈനസ് 3, 9ൽ നിന്ന് 3 പോയാൽ 6. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഉത്തരം 0.2668 ആണെന്നാണ് കിട്ടാറ്. If Z follows N01, Z സ്റ്റാൻഡേർഡ് നോർമൽ ആണ് ഫോളോ ചെയ്യണതെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് -2.5 ലെസ് ദാൻ Z ലെസ് ദാൻ 2.7. Zന്റെ വാല്യൂ -2.5ന്റെയും +2.7ന്റെയും ഇടയിൽ ലൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. നോർമലിന്റെ കേർവ് വരഞ്ഞു. ഇതാണ് നമ്മൾ 0 എന്നുള്ള പോയിന്റെങ്കിൽ -2.5. അപ്പൊ -2.5 പറഞ്ഞാൽ ഇവിടം മുതൽ +2.7 ഇതുവരെയുള്ള ഇത്രയും ഭാഗത്തിന്റെ പ്രോബബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് -2.5 ലെസ് ദാൻ Z ലെസ് ദാൻ 0, ഇവിടം മുതൽ ഇതുവരെയുള്ള പ്രോബബിലിറ്റിന്റെ കൂടെ പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 2.7 ഇവിടം വരെയുള്ള പ്രോബബിലിറ്റി കൂട്ടണം. ഇനി സ്റ്റാൻഡേർഡ് നോർമലിന്റെ ടേബിള് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പുറകുവശത്തായിട്ട് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് 2.5ന്റെ വാല്യൂ 0.4938 ആണെന്നും 2.7ന്റെ വാല്യൂ 0.4965 ആണെന്നും തന്നിട്ടുണ്ട്. ഇവ തമ്മിൽ സം ചെയ്യുമ്പോൾ 0.9903 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, ഇഫ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഫൈൻഡ് dy/dx ആൻഡ് d²y/dx സ്ക്വയർ. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കണം, സെക്കൻഡ് ഡെറിവേറ്റീവും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. dy/dx ഈക്വൽ ടു ഇതിന്റെ ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1 ആണ്. അപ്പൊ 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 മൈനസ് 1. അപ്പൊ 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 മൈനസ് 1 പറഞ്ഞാൽ 1 തന്നെയായി നിന്നു. ദെൻ d²y/dx സ്ക്വയർ, അതായത് എഗെയിൻ ഇതിനെ ഡെറിവേറ്റീവ് ചെയ്യണം. 2 കോൺസ്റ്റന്റ് ആണ്. എക്സിനെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 1 ആണ് ആൻസർ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2. അപ്പൊ dy/dx 2x എന്നും d²y/dx സ്ക്വയർ 2 ആണെന്നും കിട്ടി. And 14th question, in an ANOVA MSB between mean sum of squares 12.725 എന്നും എററിന്റെ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് 1.05 എന്നും തന്നിട്ടുണ്ട്. പിന്നെ എഫ് ആൽഫയാണ് ഈ തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് എഫ് ആൻഡ് കമന്റ് ഓൺ ദ റിസൾട്ട്. നോക്കൂ, ഇതാണ് അനോവ ടേബിളിന്റെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചറില് നമുക്ക് എം എസ് ബി ഈ കോളോണ് ഈ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഈ വാല്യൂ
12.725 ആണെന്ന് പറയുന്നുണ്ട്. ഇനി MSE, അതായത് എറർ സം ഓഫ് സ്ക്വയേഴ്സ്, MSE കണ്ടോ, ഇവിടെ എറർ ഉണ്ട്. ഈ എറർ സം ഓഫ് സ്ക്വയേഴ്സ്, ഈ വാല്യൂ ആണ് നമുക്ക് 1.05 എന്ന് തന്നിരിക്കുന്നത്. ഇനി എന്താ കണ്ടുപിടിക്കാനുള്ളത്? എഫ് കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഈ 12.725നെ 1.05 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഫോർമുല ഇവിടെ നോക്കുക. അപ്പൊ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 12.119 ആണ്. നമുക്ക് ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ ടേബിൾ വാല്യൂ 4.26 ആണ്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ആണോ വലുത്? കാൽക്കുലേറ്റ് ചെയ്തത് 12.119ഉം ടേബിളിലുള്ള വാല്യൂ 4.26ഉം. ബട്ട് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ആണ് വലുത്. കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ വലുതായത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? H0നെ റിജക്ട് ചെയ്യണം. അപ്പൊ H0 റിജക്ട് ചെയ്യാ പറഞ്ഞ H0നെ നമ്മൾ റിജക്ട് ചെയ്തു. അപ്പൊ H0 എന്താണ്? ഓൾ മീൻസ് ആർ ഈക്വൽ എന്നുള്ളതാണ്. അതിനെ നമ്മൾ റിജക്ട് ചെയ്തു. ക്ലിയർ? അപ്പോൾ മിസ്സിംഗ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ നമ്മൾ ഈ ടേബിള് നല്ലോണം ബൈഹാർട്ട് ചെയ്തിരിക്കണം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്, സം ഓഫ് സ്ക്വയേഴ്സ്, മീൻ സം ഓഫ് സ്ക്വയേഴ്സ്. ഇതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് അറിയണം, എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. Then 15th question. In a regression equation of x on y, x minus 4 equal to 1.2y minus 2.4. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണ്. എക്സ് ഓൺ വൈ ആകുമ്പോൾ എക്സ് ഈക്വൽ ടു എന്നുള്ളൊരു ഇക്വേഷൻ ആണ് വേണ്ടത്. നമുക്ക് അതുപോലെ തന്നെയാണ് തന്നിരിക്കുന്നത്. ഐഡന്റിഫൈ ബി എക്സ് വൈ. അപ്പൊ എക്സ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനിലെ വൈന്റെ കോഎഫിഷ്യന്റ് ആരാണോ അതാണ് എന്ത്? ബി എക്സ് വൈ. അപ്പൊ ഇവിടെ ഇവിടെ വൈന്റെ കോഎഫിഷ്യന്റ് 1.2 ആണ്. സോ ബി എക്സ് വൈ പറഞ്ഞാല് 1.2 ആണ്. ഇനി പ്രഡിക്റ്റ് എക്സ്. എക്സിന്റെ വാല്യൂ പ്രഡിക്റ്റ് ചെയ്യണം ഫോർ വൈ ഈക്വൽ ടു 6. അപ്പൊ ഇതാണ് ഇക്വേഷൻ. എക്സ് മൈനസ് 4 ഈക്വൽ ടു 1.2 ഇൻറ്റു വൈന്റെ വാല്യൂ ഇവിടെ 6 ആണ്, മൈനസ് 2.4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ എക്സ് ഈക്വൽ ടു 1.2 ഇൻറ്റു 6 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 7.2 മൈനസ് 2.4. ഈ നെഗറ്റീവ് ഇങ്ങേ ഭാഗത്ത് വന്നപ്പോൾ പ്ലസ് 4 ആയി മാറി. നെഗറ്റീവ് 2.4ഉം പ്ലസ് 4ഉം ഇവ തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് 1.6 വന്നു. അതായത് ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ്, വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുക, വലുതിന്റെ സൈൻ ഇട്ടു. ദെൻ എക്സ് ഈക്വൽ ടു 8.8 ആണ് ആൻസർ. Then 16th, the covariance of x and y is, അതായത് covariance of xy equal to -10 ആണെന്ന് പറയുന്നുണ്ട്. The variance of x equal to 16 ആണ്. variance of y equal to 9 ആണെങ്കിൽ find the coefficient of correlation. correlation coefficient കണ്ടുപിടിക്കണം. correlation coefficient r equal to covariance of xy divided by root of variance of x into variance of y ആണ് ഫോർമുല, which is equal to -10 divided by root of 16 into 9 ആണ്, which is equal to -10 divided by 16ന്റെ റൂട്ട് എടുത്താൽ 4 കിട്ടും, 9ന്റെ റൂട്ട് എടുത്താൽ 3 ആയി, ഈക്വൽ ടു -10 divided by 4 into 3 എത്രയാണ്? 12 ആണ്. 10നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.833 ആണെന്ന് കിട്ടും. നെഗറ്റീവ് ഉള്ളത് കൊണ്ട് എഗെയിൻ ഇവിടെ നെഗറ്റീവ് ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. Then 17th question, write any 4 uses of statistical quality control. Statistical quality controlന്റെ ഏതെങ്കിലും 4 ഉപയോഗങ്ങൾ ആണ് ചോദിച്ചിരിക്കുന്നത്. യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ 7 യൂസസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇഷ്ടമുള്ള 4 യൂസസ് എഴുതുക. ദെൻ
Question number 18. From the following table, from the following data, construct simple aggregate index number. മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്. ഈ ഡാറ്റ ബേസ് ചെയ്തുകൊണ്ട് സിമ്പിൾ അഗ്രിഗേറ്റ് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പൊ പ്രൈസ് ഇൻ 2021 പഴയ ഇയറിനെ P0 എന്നും പുതിയ ഇയർ P1 ആയിട്ടുമാണ് റെപ്രസെന്റ് ചെയ്യുക. ഫോർമുല എങ്ങനെയാണ്? സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100 ആണ് ഫോർമുല. അപ്പൊ സിഗ്മ കിട്ടണം. അപ്പൊ ഇവ മൂന്നും കൂടെ കൂട്ടി, ഏത് മൂന്നും കൂടെ? 184, 44, 52 മൂന്നും കൂടെ കൂട്ടുക, ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഏതൊക്കെയാ? 332, 132, 38, 48 എന്നിട്ട് ഇൻറ്റു 100. ഓക്കെ, ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ 280 ഡിവൈഡഡ് ബൈ ഇവ മൂന്നും കൂടെ കൂട്ടുമ്പോൾ 218 ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു 128.44 ആണ് ആൻസർ. Then question number 19. If x1, x2, x3 is a random sample of size set 3 taken from a population with mean mu, and if t1 equal to x1 plus 2x2 plus x3 by k is unbiased for mu, what is the value of k? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൺബയസ്ഡ് ആണെങ്കിൽ ഇങ്ങനെയാണ്, എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈക്വൽ ടു മ്യൂ അല്ലെങ്കിൽ തീറ്റയാണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ എക്സ്പെക്ടേഷൻ ഓഫ് ടി പറഞ്ഞാൽ ഇവിടെ x1 പ്ലസ് 2x2 പ്ലസ് x3 ബൈ കെ ഈക്വൽ ടു എന്താണ്? മ്യൂ ആണ്. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് x1 പ്ലസ് 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x2 പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് x3 ഈക്വൽ ടു കെനെ ഇങ്ങേ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ കെ മ്യൂ ആയി നിന്നു. ഇനി പോപ്പുലേഷന്റെ മീന് മ്യൂ ആണ് പറയേണ്ടത്. അതുകൊണ്ട് എക്സ്പെക്ടേഷൻ ഓഫ് x1 മ്യൂ ആണ്, 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x2 മ്യൂ ആണ്, പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് x3 മ്യൂ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു കെ മ്യൂ ആണ്. മ്യൂ പ്ലസ് അതായത് 1 മ്യൂ പ്ലസ് 2 മ്യൂ പ്ലസ് 1 മ്യൂ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 4 മ്യൂ ഈക്വൽ ടു കെ മ്യൂ ആണ്. രണ്ട് ഭാഗത്തും മ്യൂ ഉണ്ട്, കട്ട് ചെയ്തു. 4 ഈക്വൽ ടു കെ ആണ്. അപ്പൊ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ? കെന്റെ വാല്യൂ എത്രയാണ്? 4.